അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയ സംഭവം കേട്ടോ. വളരെ യൂസ്ഫുൾ വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയ സംഭവമാണ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നു വെച്ചാൽ നമുക്ക് ചെന്നൈയിൽ നിന്ന് ഒരു പാഴ്സൽ വന്നിട്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാനത് പാഴ്സൽ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. നമ്മുടെ കേജിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ബേസ് ചെയ്തുള്ളൊരു പാഴ്സലാണ്. അപ്പോൾ പാഴ്സൽ എന്താ നിങ്ങൾക്ക് കാണണ്ടേ? അതിന് മുമ്പ് നമ്മുടെ ചാനൽ മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ മറക്കരുത് കേട്ടോ. അപ്പോൾ പാഴ്സൽ എന്താണെന്നും അത് എവിടെ നിന്നാണ് മേടിച്ച് എത്ര രൂപ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, അപ്പോൾ പാഴ്സൽ എന്താ വെച്ചാൽ കേട്ടോ, പാഴ്സൽ പൊളിഞ്ഞോ, ഇതാണ് കേട്ടോ പാഴ്സൽ. അപ്പോൾ അൺബോക്സ് നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല, കാരണം പാവറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളൊരു കൂടിൻ്റെ വർക്കിലാണ്, ആ കൂടിന് മേലെ വെച്ചിട്ടോ അൺബോക്സ് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഗൈസ് നമുക്ക് വന്ന പാഴ്സൽ. അപ്പോൾ ഇത് വന്നത് നമുക്ക് ചെന്നൈയിൽ നിന്നാണ്. നോഹ പെറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പാണ് നമുക്ക് അയച്ചു തന്നെ കേട്ടോ. എന്താണ് എന്ന് ഭയങ്കര പാക്കിംഗ് കേട്ടോ, സൂപ്പർ പാക്കിംഗ് ആണ്. നമുക്ക് സ്പീഡ് പോസ്റ്റ് അല്ല ഇപ്രാവശ്യം വന്നത്, നമുക്ക് സാധാ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ. ആ പോസ്റ്റ് സാധാ നോർമൽ പോസ്റ്റ് തന്നെ വന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് സാധനം. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായേണ്ടത് എന്താ സംഭവം എന്ന്. ഇനി ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതെന്താണ് സാധനം, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ, ഓട്ടോമാറ്റിക് ഫീഡറാണ്. അത് മീൻസ് എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും കേജുകൾ വന്നല്ലോ. അതെന്താ വെച്ചാൽ നമുക്ക് ഇത്രയും കേജുകൾ വന്നല്ലോ, അത് ഇത്രയും ബേഡ്സുകളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ രാവിലെ തന്നെ എല്ലാവർക്കും ഫുഡ് കൊടുക്കില്ല, നമുക്ക് നടപടിയാവില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്രയും ടൈം ഭയങ്കര ഡിലേ ആയിപ്പോവും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം കേട്ടോ, ഇത് ഓട്ടോമാറ്റിക് ഫീഡറാണ് കേട്ടോ. ഇത് ഇതിന് റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അവസരം പറഞ്ഞുതരാം. ആദ്യം നമുക്കൊന്ന് എന്ത് ചെയ്യാം, സെറ്റപ്പ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് സംഭവം. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ വെച്ചോട്ടോ എങ്ങനെ സംഭവം. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. നമുക്ക് സൺകുനൂർ അങ്ങനത്തെ വലിയ വലിയ കൊന്നൂർസ് ഒന്നും യൂസ് ചെയ്യാൻ കഴിയൂല. സ്മോൾ കൊന്നൂർസ്, ഫിഞ്ചസുകൾ, ബജ്ജീസുകൾ അതിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. സൺകുനൂറിന് കൊടുത്താൽ കൊടുക്കുന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ, പീസായി കളയും. നമ്മുടെ അടുത്തുള്ള നെറ്റിൻ്റെ കമ്പി തന്നെ അവർ പീസാക്കുന്ന ടീമുകളാണ്. പിന്നെ വലിയ പ്ലാസ്റ്റിക് വെച്ചാൽ വലിയ ഹെവി ക്വാളിറ്റി ഒന്നും പറയത്തക്കല്ല, ക്വാളിറ്റി ഉണ്ട്, ഇത്രേ ഉള്ളൂ. ഇതാണ് ഗൈസ്, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ചൈന കേജിലും യൂസ് ചെയ്യാം, നോർമൽ കേജിൽസിലും യൂസ് ചെയ്യാം കേട്ടോ. 500 ഗ്രാം വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും, 1/2 കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞത്. 1/2 കിലോ 250 ഗ്രാമിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും. ഇത് നമ്മൾ സാധാരണ സീഡ് മിക്സ് പോലെ ഇട്ടിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതേക്ക് എന്ത് നേരെ വെച്ച് കൊടുത്താൽ മതി. ഒരാവശ്യത്തിനനുസരിച്ച് കഴിച്ചോളും. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ട്രേയും വരുന്നുണ്ട്, ട്രേ കാണുന്നില്ല. കിട്ടി കാശ്. അപ്പോൾ ഇതാ ഇതേപോലെ അടിയിലൊരു കപ്പും വരും കേട്ടോ. ഇത് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ് ഗൈസ് സാധനം കേട്ടോ. സംഭവം ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ 75 രൂപയ്ക്കാണ് മേടിച്ചത്, പ്ലസ് 80 രൂപ 100 രൂപ എടുത്ത് കൊറിയർ ചാർജും. അപ്പോൾ ടോട്ടൽ ഞാൻ 10 മേടിച്ചത്. അപ്പോൾ നമുക്ക് 10 ആവശ്യമുള്ളൂ നിലവിൽ കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാണെങ്കിൽ നമുക്ക് ബേഡ്സിന് ഫീഡ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ നോർമലി വെച്ചാൽ ഇപ്പോൾ സൺകൊന്നൂർ ആയിക്കോട്ടെ, സ്മോൾ കൊന്നൂർസ് ആയിട്ട് ഫിഞ്ചസൊന്നും ഒരു വിഷയമല്ല. ഫിഞ്ചസറും ബജ്ജീസിനൊക്കെ ഫുഡ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ സൺകൊന്നൂർസ് സ്മോൾ കൊന്നൂർസ് വെച്ചാൽ ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം ഓരോ പാത്രം എടുത്ത് കൊട്ടുന്ന ഒരു പ്രവണത കാണാറുണ്ട് കേട്ടോ. അപ്പം അത്തരം ആൾക്കാർക്ക് വെച്ച് കൊടുക്കാം. പക്ഷെ എനിക്ക് കൊനൂർസുകൾക്ക് വെച്ച് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഇപ്പോഴൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഞാൻ പരീക്ഷ നോക്കട്ടെ, അതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സംഭവം ഇതാണ്, മേടിക്കാണ് വർത്താനോ. നമുക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ അതിലെന്താ അവസ്ഥന്ന്. ഗൈസ്, വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇല്ല, ആ ഒരു ഗ്യാപ്പ് കൂടെ ഫിഞ്ചസുകൾക്ക് കാര്യങ്ങളൊക്കെ ഒന്നും പറക്കാനും കഴിയില്ല. നമുക്കിത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് റീഫില്ലും ചെയ്ത് കൊടുക്കാം. കൂട് തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല യൂസ്ഫുൾ ആണ്, നല്ല യൂസ്ഫുൾ ഉള്ള സാധനമാണ്. വെച്ചപ്പോൾ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ സംഭവം. പിന്നെ ഫിഞ്ചസ് കാര്യങ്ങളൊന്നും പാറി പോകുന്നില്ല. പിന്നെ ടൈറ്റായി നിൽക്കാൻ കുറച്ച് പ്രയാസമാണ് എന്ന് തോന്നുന്നു. അത്ര വൃത്തിക്ക് ടൈറ്റായി നിൽക്കുന്നില്ല. ഞാൻ നോക്കട്ടെ. സംഭവം സെറ്റാണ് കൈസ്. അപ്പോൾ കണ്ടോ, വെച്ച ശേഷം പിന്നെ അനങ്ങുന്നില്ല സാധനം, അവിടെ നിന്നോളും. ആ ഒരു ഗ്യാപ്പ് കൂടെ ഫിഞ്ചസിന് ഒന്നിനും തന്നെ പോകാൻ പറ്റൂല കേട്ടോ.
നീറ്റ് ഉണ്ട്. കാരണം ലുക്ക് തന്നെ മാറി. കേജിൻ്റെ അകത്തും വെക്കാം, കേജിൻ്റെ പുറത്തും വെക്കാം. കേജിൻ്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റീഫിൽ ചെയ്ത് പോവാം. കേജിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കേജ് തുറന്നിട്ട് എടുത്ത് വെക്കണ്ടേ. അതുകൊണ്ട് സംഭവം നൈസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂസ്ഫുൾ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ലോങ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇതിലൊരു ഫുഡ് ഐറ്റം 2-3 ദിവസത്തോളം എന്തായാലും ഉണ്ടാവും കേട്ടോ. 2-3 ദിവസത്തോളം. അത് ഫിഞ്ചസിനായിക്കോട്ടെ, ഫിഞ്ചസിന് കുറേ ദിവസങ്ങളുണ്ടാവും. കൊണ്ടുപോകാനായിട്ട് നമുക്ക് കൊക്കറ്റെയിൽസ്, ബജ്ജീസ്, അതേപോലെ തന്നെ സ്മോൾ കൊനൂർസ്, അത്രയും ഫിഞ്ചസുകൾ, ഈ 4 കാറ്റഗറിക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് മേലുള്ള കാറ്റഗറിക്ക് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. വലിയ ബിഗ് ബിഗ് പാറ്റേൺ ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. ഒരു പീസായി കളിയോട്ടത്. സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 75 രൂപയ്ക്ക് എന്തായാലും വർത്താണ്. ആ ഒരു റേഞ്ച് വർത്താണ്. കാരണം ഇത് ഇറങ്ങിയ സമയത്ത് എൻ്റെ സംശയമാണെങ്കിൽ 250 രൂപയായിരുന്നു ഇറങ്ങിയ സമയത്ത് എൻ്റെ റേറ്റ് വന്നത്. അന്നൊക്കെ ഞാൻ മേടിക്കാൻ വെച്ചാൽ 250 രൂപ ഒന്നിനൊക്കെ പറയുമ്പോൾ നമുക്ക് അന്ന് താങ്ങാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ പോയി 75 രൂപ. കോമ്പറ്റീഷൻ വന്നുകൊണ്ടാണ് തോന്നുന്നുണ്ട് 75 രൂപയിലേക്ക് സാധനം എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം നേരെ ഊരിയിട്ട് ക്ലീൻ ചെയ്യാമല്ലോ. ഇത് കൂടെ തന്നെ ഊരി ക്ലീൻ ചെയ്യുക, അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അടുത്തത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ. ആ ഒരു ക്വാളിറ്റി ഉള്ളൂ. 75 രൂപേൻ്റെ ആ ഒരു ക്വാളിറ്റി ഉള്ളൂ. ആ ഒരു പൈസയ്ക്ക് മുതലാണ്. ഓക്കെ, അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ മറക്കാമെന്ന് ചാനൽ സബ്സ്ക്രൈബ്, തൊട്ടുള്ള ബെല്ലേക്ക് തന്നെ ഇവിടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.